ഹായ് ഹലോ വെൽക്കം ടു കെയർ ലെസൺസ്. സോൾഡ് വർക്സിൽ ഒരു ആക്ച്വേറ്റിംഗ് ആമിൻ്റെ 3D മോഡൽ എങ്ങനെ ചെയ്യുന്നു നോക്കാം. സോൾഡ് വർക്സ് ഓപ്പൺ ചെയ്യുന്നു. ന്യൂവിൽ പാർട്ട് ഫയൽ. ഓക്കെ, നമുക്ക് ടോപ്പ് ലൈനിൽ ആദ്യം വരയ്ക്കാം. ടോപ്പ് ലൈൻ സെലക്ട് ചെയ്തു, സ്കെച്ച് സെലക്ട് ചെയ്യുന്നു. ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ കുറച്ച് ലൈൻസ് വരയ്ക്കാം. അത് ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഒരു വെർട്ടിക്കൽ ലൈൻ, എഗെയിൻ വീണ്ടും ഒരു ഹൊറിസോണ്ടൽ ലൈൻ, എഗെയിൻ ഒരു വെർട്ടിക്കൽ ലൈൻ, പിന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, താഴോട്ടൊരു വെർട്ടിക്കൽ ലൈൻ, വീണ്ടും ഒരു ഹൊറിസോണ്ടൽ ലൈൻ അപ് ടു ഒറിജിന് നേരെ മുകളിൽ വരുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. സെൻട്രൽ ലൈൻ ഉപയോഗിച്ചിട്ട് ഒറിജിനിൽ നിന്ന് ആ ലൈനിൻ്റെ ലാസ്റ്റ് എൻഡ് വരെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിനൊരു ഡയമെൻഷൻ കൊടുക്കാം. ആദ്യം വരച്ച സെൻട്രൽ ലൈനിൻ്റെ ഡയമെൻഷൻ 70 mm. രണ്ട് ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് 14. ഈ ലൈനും 14. $40, $16.5. ഫൈനലി 8.5. യെസ്, ഇത്രയും വരച്ച ഭാഗം നമുക്ക് ഒന്ന് മിറർ ചെയ്യാം. ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുന്നു. മിറർ എൻറ്റിറ്റീസ്, മിറർ എബൌട്ട് എന്നുള്ളതിൽ ആദ്യം വരച്ച സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഐസോമെട്രിക് വ്യൂവിലേക്ക് ഇട്ടു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് ബേസ് 50 mm എക്സ്ട്രൂഡ് ചെയ്യുക. 50 mm. ബ്ലൈൻഡ് മാറ്റി ഇവിടെ മിഡ് പ്ലെയിൻ എന്നുള്ളതിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. രണ്ടാമത്തെ സ്കെച്ചാണ് വരയ്ക്കുന്നത്. റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തു, സ്കെച്ച് കൊടുത്തു, നോർമലിൽ വെക്കുന്നു. സർക്കിൾ ടൂൾ ഉപയോഗിച്ച് 2 സർക്കിൾസ് വരയ്ക്കുന്നു. ആദ്യം വരയ്ക്കുന്നത് ഒറിജിനിലാണ്. രണ്ടാമത്തേത് ഒറിജിനിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു. സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ച് ഡയമെൻഷൻ കൊടുക്കുന്നു. 50 mm ഡയമീറ്റർ, 60 mm ഡയമീറ്റർ. വീണ്ടും ഐസോമെട്രിക് വ്യൂവിലേക്ക് ഇടുന്നു. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡഡ് ബോസ് ബേസ്. ഇവിടെ സെലക്ടഡ് കോണ്ടൂർ സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ സർക്കിൾ 50 mm സർക്കിൾ മാത്രം സെലക്ട് ചെയ്യുന്നു. അതിനെ എക്സ്ട്രൂഡ് ചെയ്യുന്നത് 45 mm. അതേപോലെ ബ്ലൈൻഡ് മാറ്റി മിഡ് പ്ലെയിനിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, എഗെയിൻ ലാസ്റ്റ് ചെയ്ത് എക്സ്ട്രൂഡ് ഓപ്പൺ ചെയ്ത് സെയിം സ്കെച്ച് വീണ്ടും സെലക്ട് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ബോസ് ബേസ് ചെയ്യുന്നു. ഇപ്രാവശ്യം വലതുഭാഗത്തെ സർക്കിളാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് എക്സ്ട്രൂഡ് ചെയ്യുന്നത് 18 mm. അതേസമയം ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് 16.5 എന്ന വാല്യൂ കൂടെ കൊടുക്കുന്നു. യെസ്, ഈ അവസാനം ചെയ്ത ബോസ് എക്സ്ട്രൂഡ് നമുക്ക് 3D മിറർ ചെയ്യാം. അതിനുവേണ്ടി ബോസ് എക്സ്ട്രൂഡ് സെലക്ട് ചെയ്തു, മിറർ ടൂൾ സെലക്ട് ചെയ്തു, പാർട്ടിൻ്റെ ട്രീ ഓപ്പൺ ആക്കി, മിറർ ഫേസ് ആയിട്ട് റൈറ്റ് പ്ലെയിനിനെ സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ സർക്കിളിൻ്റെ ഈ ഫേസ് സെലക്ട് ചെയ്ത് വീണ്ടും അടുത്ത സ്കെച്ച് വരയ്ക്കുന്നു. സ്കെച്ച് നോർമലിൽ വെക്കുന്നു. 2 സർക്കിൾസിൻ്റെയും സെൻറ്ററിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 mm ഡയമീറ്ററുള്ള 2 സർക്കിൾസ് എഗെയിൻ വരയ്ക്കുന്നു. സ്മാർട്ട് ഡയമെൻഷൻ 30 mm. എഗെയിൻ സ്മാർട്ട് ഡയമെൻഷൻ 30 mm. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു.
ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡഡ് കട്ട് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലൈൻഡ് മാറ്റി ത്രൂ ഓൾ എന്നുള്ളത് കൊടുക്കുന്നു, ടിക്ക് ചെയ്യുന്നു. സോ വളരെ ഈസി ആയിട്ട് ആക്ച്വേറ്റിംഗ് ആം 3D മോഡൽ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു. താങ്ക് യു.